ഇമ്പോർട്ടൻ്റ് ആയൊരു അപ്ഡേറ്റ് തരാനാണ് ഞാൻ ആക്ച്വലി ഈ റീൽസ് ചെയ്യുന്നത്. ആക്സിഡൻ്റലി ഞാൻ ഇന്നൊരു വീഡിയോ കാണാൻ ഇടയായി. ഒരു റീൽസാണ് ആക്ച്വലി. ബികോമും CMA USAയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത്. 6 സെമസ്റ്റർ 2 എക്സാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിങ്ങനെ ഓരോന്നോരോന്ന് പറിച്ചെടുത്തിട്ടുള്ള ഒരു കമ്പാരിസൺ. ആക്ച്വലി ബികോമും CMA USAയും തമ്മിൽ കമ്പയർ ചെയ്യാനേ പാടില്ല. ബികോം ഒരു ഗ്രാജുവേഷൻ കോഴ്സാണ്, CMA USA ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷനാണ്. ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം പുതിയ യങ്ങായിട്ടുള്ള ജനറേഷൻസ്, ഗ്രാജുവേഷൻ കഴിഞ്ഞവരോ അല്ലെങ്കിൽ +2 കഴിഞ്ഞവരെയൊക്കെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പല മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് പലരും ഇത് ചെയ്യുന്നത്. സത്യത്തിൽ CMA USA എക്സാമിൻ്റെ അല്ലെങ്കിൽ സർട്ടിഫൈ ആകേണ്ട എലിജിബിലിറ്റി IMA പറയുന്നത് ഗ്രാജുവേഷൻ, ബികോം തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ വിത്ത് 2 ഇയർ വർക്ക് എക്സ്പീരിയൻസ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിങ്. ഇവൻ അസിസ്റ്റൻറ്റ് അക്കൗണ്ടൻ്റ് ആണെങ്കിൽ പോലും കുഴപ്പമില്ല. ഐദർ ബിഫോർ ദ സർട്ടിഫിക്കേഷൻ ഓർ 3 ഇയേഴ്സ് ആഫ്റ്റർ ദ പാസിംഗ് ഓഫ് എക്സാം. ഈ ക്രൈറ്റീരിയ മസ്റ്റാണ്. എനിക്ക് തോന്നുന്നത് ഈ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇത്തരത്തിലുള്ള കമ്പാരിസണൊക്കെ കൊടുത്ത ആളുകളെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോയി ജോയിൻ ചെയ്യിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ 2 കാരണങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന്, അവർക്ക് അറിയില്ല എന്താണ് CMA, എന്തുകൊണ്ടാണ് അങ്ങനെ ഇവർ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. കാരണം CMA എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമുക്കൊരു ഫോം ഫില്ല് ചെയ്ത് IMAക്ക് അയക്കാനുണ്ട്. ആ ഫോമിൽ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വെക്കണം നമ്മൾ. വർക്ക് എക്സ്പീരിയൻസ്, എന്തൊക്കെ വർക്ക് ചെയ്തു, ഈവൻ കമ്പനിയിലെ റെഫറൻസ് നമ്പർ വരെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ IME നമ്പറുകളിൽ വിളിച്ച് കൺഫേം വരെ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിനർത്ഥം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതല്ലേ. പിന്നെ പെട്ടെന്ന് കുറച്ച് കാശ് കിട്ടും പിള്ളേരുടെ ഇതൊക്കെ പറഞ്ഞ് അവർ പെട്ടെന്ന് ജോയിൻ ചെയ്യും. ആക്ച്വലി അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ നെറികേടാണ് ഈ ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല നിങ്ങൾ. ഈവൻ ഞാൻ നാട്ടിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, ലാലേട്ടൻ്റെ ഒക്കെ ഫോട്ടോ വെച്ചിട്ട് ACCO CMA ഒക്കെ ഉണ്ടെങ്കിൽ 21ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ തെറ്റായ വ്യാജ പ്രചരണങ്ങളാണ്. ഒരിക്കലും നിങ്ങളുടെ ലൈഫൊന്നും CMAയോ ACCO പോലുള്ള പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ പാസ്സായതിൻ്റെ പേരിൽ മാത്രം സെറ്റാവില്ല. അത് നിങ്ങൾക്ക് ഒരു പവർഫുൾ ടൂളാണ്. ഇപ്പോൾ CMA ഉണ്ടെങ്കിൽ അപ് ടു ദ ലെവൽ ഓഫ് CFO, നോ നീഡ് ഓഫ് എനി അതർ ക്വാളിഫിക്കേഷൻസ് എന്നാണ് IMA പറഞ്ഞിട്ടുള്ളത്. അതിനൊരു കാരണമുണ്ട്. കാരണം നമ്മൾ CFO ചെയ്യുന്ന ജോബ് വരെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതിന് അപ്ലൈ ചെയ്യേണ്ട നോളജ് നമ്മുടെ കയ്യിലുണ്ട്. അപ്ലിക്കേഷൻ ഓഫ് നോളജ്, ഇത്തരം മാർക്കറ്റിംഗ്, പ്രൊമോഷൻ, ഇവരൊക്കെ നിങ്ങൾ കാശ് വാങ്ങിക്കുന്നു, എന്തെങ്കിലുമൊക്കെ കോഴ്സ് ഡെലിവർ ചെയ്യുന്നു. എന്താണ് പഠിപ്പിക്കുന്നത് പോലും കൃത്യമായിട്ടില്ലാതെ, ഒരു പ്രത്യേകിച്ച് CMAയുടെ ഇൻ ആൻഡ് ഔട്ട് അറിയാതെ 2 കോഴ്സ് അതിൽ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ പറഞ്ഞു തരിക, ഓൺലൈൻ ക്ലാസ് എടുക്കാൻ വിടുക, അങ്ങനെയൊന്നും അല്ല. അങ്ങനെയൊന്നും പഠിച്ചാലൊന്നും CMA എക്സാം പാസ്സാവില്ല. ആക്ച്വലി CMAയുടെ ഒബ്ജക്റ്റീവ് ഒന്നും അതല്ല. അപ്പോൾ ദയവേത് ഇത്തരം വീഡിയോസൊക്കെ നിങ്ങൾ കാണുമ്പോൾ അതൊന്നും കേട്ട് പോയി ചാടരുത്. See you with more learnings.